അങ്ങനെ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു വീഡിയോ ആണ്. നമ്മളിന്നൊരു ക്യാമ്പിങ്ങിന് പോവാണ്. ക്യാമ്പിങ്ങിന് പോകുന്നത് പീലി ഐലൻഡ് എന്ന് പറഞ്ഞൊരു അടിപൊളി സ്ഥലമാണ്. ആദ്യമായിട്ട് പോവാണ്. ഞാൻ പറഞ്ഞത് നമ്മൾ ഒണ്ടാരിയോയിലാണ്. ഒണ്ടാരിയോയിൽ നമ്മൾ ലണ്ടനിൽ നിന്ന് ഇവിടെ വരെ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഫെറി കയറുന്നോളം വരെ. ഫെറി കയറി നമ്മൾ അക്കരെ പോകണം. അക്കരെ പോയിട്ട് അവിടെയാണ് ക്യാമ്പ് സൈറ്റ്. അവിടെ നമുക്ക് കോട്ടേജിൻ്റെ ഫെസിലിറ്റി എടുക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ചൂസ് ചെയ്തത് ക്യാമ്പിംഗ് ആണ്. അതൊന്നും അറിയാമെന്ന് വിചാരിച്ചാണ്. നേരത്തെ ഞങ്ങൾ കോട്ടയിലൊക്കെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് ക്യാമ്പിങ്ങിന് നോക്കാം. അപ്പോൾ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ട്. അവിടെയാണ് വണ്ടി നമ്മളെല്ലാം ഇട്ടേക്കുന്നത്. കണ്ട കിടക്കുന്ന വണ്ടിക്ക് തന്നെ ലൈനപ്പാണ്. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഫെറി വരും. ഫെറി വന്നിട്ട് ഫെറിയെ കയറി നമ്മൾ അക്കരെ പോകും. ഇത് നമ്മുടെ ലേക്കാണ്. അതുകൊണ്ട് അതാണ് നമ്മുടെ ഷിപ്പ്. ആ ഷിപ്പിലാണ് നമ്മൾ പോകുന്നത്. അതാണ് ഇവിടുത്തെ ഫെറി, ഒണ്ടാരിയോയിലെ ഫെറി. അതാണ് ഒണ്ടാരിയോയിലെ ഫെറി. ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം, നമ്മൾ നേരത്തെ BCയിലെ ഫെറിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ഒണ്ടാരിയോയിലെ ഫെറിയാണ്. ഷിപ്പിൻ്റെ ഫ്രണ്ട് പൊങ്ങുന്നുണ്ടോ? അടിപൊളി, കൊള്ളാം. ഇത് നമ്മളവിടെ കാണിച്ചിട്ടില്ല. ഇത് പുതിയൊരു കാഴ്ചയാണ്, ഷിപ്പിൻ്റെ ഫ്രണ്ട് പൊങ്ങുന്നത്. അതുവഴിയാണ് നമ്മൾ വണ്ടി കയറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ ഫെറിക്കകത്ത് കയറി. ഫെറിയിലെ നമ്മുടെ എന്താ പറയുക, കയറുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇതാണ് ഫെറിയിലോട്ട് കയറുന്ന വഴി. ഇതാണ് കേട്ടോ. ഇങ്ങനെ വണ്ടികൾ കയറി വരും. വലിയ ബസ്സുകളും RV ബസ്സുകളും കാര്യങ്ങളെല്ലാവരും കയറും. ഏകദേശം ഒരു 40 വണ്ടികളാണ് ഈ ഫെറി കയറുന്നത്. ഒരു കണക്ക് പറഞ്ഞാൽ ചെറിയ ഫെറിയാണ്. നമ്മുടെ BCയിലൊക്കെ ഉണ്ടായിരുന്നു, നമ്മളെ അന്ന് കാണിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ 140 ഫെറികൾ വണ്ടികൾ കയറുന്ന ഫെറിയായിരുന്നേ. ഇത് ഇച്ചിരി അത്രയും വലുതല്ല. ഇത് ചെറിയൊരു ഐലൻഡ് അല്ലേ. അപ്പോൾ ഇതൊരു ചെറിയ ഫെറിയാണ്. ഇതാണ് വണ്ടികൾ കയറുന്ന വഴി. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ മുകളിലേക്ക് പോകും. ഇവിടെയാണ് നമ്മൾ ഫെറിയുടെ മുകളിലേക്ക് കയറുന്നത്. ലിഫ്റ്റ് വഴിയാണ് നമ്മൾ ഫെറിയുടെ മുകളിലേക്ക് കയറുന്നത്. ലിഫ്റ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതാണ് ഫെറിയുടെ മുകളിലേക്ക് കയറാനുള്ള ലിഫ്റ്റ്. അതെ, കൂടുള്ള ആളെ എന്തുകൊണ്ട് പരിചയപ്പെടുത്തിയില്ല എന്ന് ചോദിക്കരുത്. ഇത് രതീഷ്. ഹരിപ്പാടാണ് വീട്, മാവേലിക്കര ഹരിപ്പാട്. ഞങ്ങളുടെ നാട്ടുകാരാണ്. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നടന്ന് വരുമ്പോൾ ഇവിടെ കുറേ പാസഞ്ചർ സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മുമ്പേ നമ്മൾ കാണിച്ച ആ ഒരു എന്താ പറയുക, ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യാൻ വരുന്നു പറഞ്ഞ സ്ഥലം താഴെയാണ്. ഇതൊരു കൺവീനിയൻസ് സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെയാണ്. ബുഫയും റെസ്റ്റോറൻ്റാണ് അവരുടെ മെനു കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ ഫെറി മൂവ് ചെയ്തതാണ്, പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തോ. 6 o'clockനായിരുന്നു നമ്മുടെ ഫെറി. അതിപ്പോൾ ജസ്റ്റ് മൂവ് ചെയ്തു. അതിന് നേരെ 1.5 മണിക്കൂറാണ് ഇവിടുന്ന് നേരെ പീലി ഐലൻഡിലേക്ക്. കറക്റ്റ് 6 ആകുമ്പോൾ വണ്ടി വിടും. 1.5 മണിക്കൂറാണ് പീലി ഐലൻഡ്. നേരെ വിടുക. ഓക്കെ, ഇനിയിപ്പോൾ വൈകുന്നേരം 7:30 ആകുമ്പോൾ അവിടെ ചെല്ലും. ഇനിയിപ്പോൾ നേരെ അവിടെ ചെല്ലുക, ക്യാമ്പൊക്കെ സെറ്റ് ചെയ്യുക, ടെൻ്റൊക്കെ അടിക്കുക. എൻ്റെ അമ്മ കുറേ പണിയുണ്ട്. 3 ടെൻ്റ് അടിക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ലേക്ക് എന്ന് പറയുന്നത് ലേക്ക് ഏരിയയാണ്. നമ്മുടെ ഈ സൈഡാണ് കാനഡ, നമ്മുടെ ആ കാണുന്ന സൈഡെന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഐലൻഡാണ് ഈ പീലി ഐലൻഡ് എന്ന് പറയുന്നത്. നമ്മൾ അവിടുത്തേക്കാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് പീലി ഐലൻഡ്.
അങ്ങനെ നമ്മൾ എന്താ പറയുന്നത്, ഫെറിയിൽ നിന്ന് വണ്ടികളൊക്കെ ഇറങ്ങുവാണ്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ മുഴം കാത്ത് കിടക്കുകയാണ്. ഇങ്ങനെയാണ് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പം ഇറങ്ങുന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യാനൊക്കത്തില്ല. നമുക്ക് ഇനിയും ക്യാമ്പിംഗ് സൈറ്റ് ചെല്ലുമ്പോൾ ക്യാമറ ഓണാക്കാം. ഓക്കെ. ഇതാണ് നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ട്, ഈസ്റ്റ് പാർക്ക് ക്യാമ്പ് ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഒരു അപ്പം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏത് ക്യാമ്പ് സൈറ്റ് വേണമെങ്കിലും ഇവിടെ അങ്ങനെ ബുക്കിംഗ് ഒന്നുമില്ല. മീൻസ് ബുക്കിംഗ് ഉണ്ട്, ക്യാമ്പ് സൈറ്റ് ബുക്ക് ചെയ്തോളൂ. ഏത് വേണമെങ്കിലും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ്. നമുക്കപ്പോൾ ഇഷ്ടമുള്ള നമുക്ക് ക്യാമ്പ് ഇതെടുക്കാം. ഞങ്ങൾ കുറച്ചൊരു വലിപ്പമുള്ള ഒരു ടെൻറ്റ് ഒരു സ്ഥലം നോക്കിയെടുത്ത്. അപ്പോൾ ഞങ്ങൾ 3 ടെൻറ്റ് വെക്കേണ്ടതുകൊണ്ട് ഞങ്ങളൊരു വലിപ്പമുള്ളൊരു സ്ഥലം നോക്കിയെടുത്ത്. അപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്യട്ടെ ക്യാമ്പ് നമ്മുടെ ടെൻറ്റെല്ലാം. അങ്ങനെ ഞങ്ങളുടെ ടെൻറ്റുകളെല്ലാം പൂർത്തിയായി. 3 ടെൻറ്റുകളാണ്. 1 2 3 ടെൻറ്റുകൾ അടിച്ച് റെഡിയാക്കി. ഇനി എയർ ബെഡ് വീർപ്പിച്ച് ഇതിനകത്ത് കയറണം. ഇവിടെ നമുക്ക് ഫയർ പിറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ ബാർബിക്യൂവിൻ്റെ ചാർക്കോളിൻ്റെ ഇത് ഡബിൾ റൂമുള്ള ബെഡ്റൂമാണ്. മീൻസ് ടെൻറ്റാണ്. ഒരു ബെഡ്റൂം അവിടെ, അതിനകത്തൊരു ക്യൂൻ ബെഡ് കിടക്കും. ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ക്യൂൻ ബെഡ് കിടക്കും. ഇതൊരു 6 പേഴ്സൻ്റെ ടെൻറ്റാണ്. ഇതിനകത്ത് 6 പേര് കിടക്കും. ഒരു ക്യൂൻ ബെഡ് സുഖമായിട്ട് കിടക്കും. 2 ക്യൂൻ ബെഡ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു കണ്ടോ, ചിലപ്പോൾ 2 ക്യൂൻ ബെഡ് കിടക്കും പ്രീതി. പിന്നെ ഈസിയായിട്ട് കിടക്കും. 2 ക്യൂൻ ബെഡ് ഈസിയായിട്ട് കിടക്കും. 2000 ഓക്കെ. അപ്പം ഇന്നാണ് നമ്മൾ കുറേ ആക്ടിവിറ്റീസൊക്കെ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇന്നലെ വന്നു. ഇന്ന് ഫുള്ള് ഡേ നമ്മളിവിടെ ഉണ്ട്. ഇന്ന് വൈകുന്നേരമാണ് നമ്മൾ ബാർബിക്യൂവും കാര്യങ്ങളും എല്ലാം ചെയ്ത്. ഇന്നലെ നമ്മൾ കുറേ ഫയർ ഇതൊക്കെ ചെയ്തു, മാഷ്മെല്ലോ ഒക്കെ ചെയ്തു. ഫയർ വർക്കല്ല, ഫയറിൻ്റെ ഇതെന്താ പറയുന്നത്, എന്തോ പറയുന്നത്, തീക്കൊണ്ട എന്തോ പറയുന്നത്, തീനാളമൊക്കെ ക്യാമ്പ് ഫയർ സ്ഥലം കിട്ടുന്നില്ല. അപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ ചെയ്ത് അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് അതൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവനെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പം എന്തായി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓക്കെ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റ് സ്ത്രീജനങ്ങളെല്ലാം കൂടെ പറഞ്ഞ് ഒരു ഭക്ഷണം ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഇനിയിപ്പോൾ റെഡി ആവണം. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എന്താ അറിയാം, കാരണം ഇന്ന് മഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴയ്ക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്താൽ നമുക്ക് ചെയ്യാം. കുറേ കാര്യങ്ങളുണ്ട്. ബോട്ടിംഗ് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, ജെറ്റ് സ്കീയിങ് ഉണ്ട്, മറ്റേ ബൈക്ക് ഓടിക്കണം, കുറേ പരിപാടി ഉണ്ട്. ഇതൊരു ഗ്രൂപ്പ് ഗ്രൗണ്ടാണ്. ഇത് സെയിം ക്യാമ്പ് ഗ്രൗണ്ടിനകത്തുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വാഷ്റൂമും കാര്യങ്ങളും സെറ്റപ്പും ഒക്കെ. ഞങ്ങൾ വെറുതെ ഇതൊക്കെ രാവിലെ കുളിക്കാമല്ലോ എന്നോർത്ത് വന്നേക്കുവാണ്. ഇതിനകത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ പരിപാടി. സോ ഇവിടെ 3-4 കുളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അല്ലാത്ത വാഷ്റൂമുണ്ട്. അപ്പോൾ ശരി, എന്നാൽ കുളിച്ചിട്ടൊക്കെ ബാക്കി ക്യാമറ ഓണാക്കാം. അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞു. ക്യാമ്പിങ്ങിൻ്റെ ആയിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുള്ള ഒരു കുളി, ചെറിയൊരു കുളി. പക്ഷെ നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ ഒരു അറ്റ്മോസ്ഫിയർ. ഉച്ചയ്ക്ക് മഴയാണെന്നാണ് പറയുന്നത്. ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ ഇതൊരു നല്ല ക്യാമ്പിംഗ് സൈറ്റായിരുന്നു. 1, 2, 3. പക്ഷേ ഞങ്ങൾ ഇന്നലെ രാത്രി വന്നത് കൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അതായിരുന്നെങ്കിൽ വാഷ്റൂമിൻ്റെ അടുത്തായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, കാണാൻ പറ്റില്ല. ഞങ്ങൾ ഇച്ചിരി ദൂരെയായിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ കാറേ വരേണ്ടി വരും ഇവിടെ വരെ. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിൻ്റെ എൻട്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കയറി ഇറങ്ങി ഇത് കണ്ടോ, പബ്ലിക് ബീച്ച്.
ബീച്ച് ആക്സസ് ഉണ്ട് ഇവിടെ. നമുക്ക് നേരെ നമുക്ക് അതിനകത്ത് കയറാം. കണ്ടോ, നല്ല അടിപൊളി ബീച്ചാണ്. കുറേ ദൂരം നമുക്ക് നടന്നു പോകുന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കുവാണ്. പ്രതീക്ഷ അരിയൽ നൂഡിൽസ്, ചൈനീസ് നൂഡിൽസ്. ജാനറ്റ് മുട്ട ചിക്കി പൊരിക്കുന്നു. ഇത് നീളത്തേറിയല്ലേ? അത് നീളത്തിൽ, എല്ലാം നീളത്തിലായിരുന്നു. നമ്മുടെ നൂഡിൽസ് റെഡിയായി. ക്യാമ്പിങ് നൂഡിൽസ്. ഓക്കെ, കാണിച്ചു കൊടുത്ത്. ഉണ്ടാ നല്ല കളർഫുൾ അടിപൊളി നൂഡിൽസ്. Made by family man. ഫാമിലി മാൻ എന്നൊക്കെ പറയാം. പക്ഷെ എല്ലാവരും ഉണ്ട് കേട്ടോ, എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അടിപൊളി നൂഡിൽസ്. അപ്പോൾ നമുക്ക് എടുക്കാം, കഴിക്കാം. ഓക്കെ, നമ്മളിപ്പം വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ടൂറ് കണ്ടക്ട് ചെയ്യുന്ന സനു എന്ന് പറയുന്ന ആളുടെ അടുക്കലാണ് വന്നേക്കുന്നത്. പുള്ളിയാണ് ഇതിൻ്റെ ടൂറിൻ്റെ എല്ലാം പാക്കേജ് എല്ലാം ചെയ്യുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് വേണം നമ്മൾ എന്താ പറയുക, നമ്മുടെ ബോട്ടിലേക്ക് ഇടാനുള്ള ലൈഫ് ജാക്കറ്റും കാര്യങ്ങളെല്ലാം. ഇപ്പം നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിങ്ങിനാണ് പോകുന്നത്. അത് കഴിഞ്ഞ് ഇതാണ് ഇവരുടെ കോട്ടേജ് എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഇവരുടെ കോട്ടേജ്. അപ്പം നമ്മൾ ഈ കോട്ടേജ് എടുക്കാതാണ് നമ്മൾ നേരെ ക്യാമ്പിങ്ങിന് പോയത്. അപ്പോൾ ഈ കോട്ടേജിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതാണ് സെറ്റപ്പ്. വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാം. ഒരു വീടുണ്ട്, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഇവരുടെ പരിസരം. ഇതാണ് നമ്മൾ ബോട്ടിങ്ങിന് കയറാൻ പോകുന്ന ഒരു ലൊക്കേഷൻ. ഇവിടെ ആണ്. കുറേ പേര് കാപ്പി മേടിക്കാൻ പോയി. ബാക്കി എല്ലാവരും നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ചങ്ങോട്ട് നടക്കണം. അങ്ങോട്ട് നടക്കണം. ഇതാണ് നമ്മൾ ബോട്ടിങ്ങിന് പോകുന്ന സ്ഥലം. അവരുടെ ബോട്ട് അവിടെ എവിടെയോ വരും. നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മളിങ്ങനെ ബോട്ടിലവിടേക്ക് നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ബോട്ട്. നമ്മൾ ബോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ്. സനുവാണ് ഡ്രൈവ് ചെയ്യുന്നത്. ക്യാപ്റ്റൻ സനു, ക്രൂസ് സനു. ബേബു, പോണ്ടൂൺ എന്നാണ് ഈ ബോട്ടിൻ്റെ പേര്. പോണ്ടൂൺ, യാ, അങ്ങനെയാണ് ഈ ബോട്ടിൻ്റെ പേര്. ഇങ്ങനെ രതീഷും പ്രീതിയും നമ്മൾ എന്താ പറയുക, ചൂണ്ടയിടുകയാണ്. ഉണ്ട കിട്ടും. എന്താ രതീഷ, എന്താണ് നിർത്തിയോ? എനിക്കൊരു ഫ്രിഡ്ജിരിക്കുന്ന മീൻ ഏതായിരുന്നു? നിങ്ങളുടെ ഫ്രിഡ്ജിരിക്കുന്ന മീൻ ഏതാന്ന്? കാർപ്പുണ്ട്. ഞാൻ പറഞ്ഞേ, മീൻ പിടിക്കൊന്നും പേടിക്കണ്ട, നമുക്ക് ഫ്രീസറൊക്കെ ആവശ്യമുണ്ടാവും, അതിൻ്റെ കൊണ്ട് വെക്കാന്ന് പറഞ്ഞു. What's up is down, what's left is right. Chasing stars and holding you. I can't see the end, but we'll see it through. അങ്ങനെ നമ്മുടെ ബോട്ടിങ് കഴിഞ്ഞ് എല്ലാവരും ഇതൊക്കെ വണ്ടിയിലേക്ക് നടക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതാണ് ജെറ്റ്സ്കി. ജെറ്റ്സ്കി ചെയ്യാൻ വേണ്ടി നമ്മൾ പോവാണ്. അതിങ്ങനെ നോക്കാം എക്സ്പീരിയൻസ്. കണ്ടോ, വെള്ളക്കാർ മീൻ പിടിച്ചോണ്ട് പോകുന്നത് കണ്ടോ? രണ്ട് ബക്കറ്റ് നിറച്ചാണ് മീൻ പിടിച്ചോണ്ട് പോകുന്നത്. രതീഷേ, കണ്ടുപടി. കണ്ടോ? അപ്പച്ചൻ മീൻ പിടിച്ചോണ്ട് പോകണ്ടോ? നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പുള്ളി പിടിക്കുന്നുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു കൺവീനിയൻസ് സ്റ്റോറാണ്. നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കൺവീനിയൻസ് സ്റ്റോറാണ്. ചൂണ്ട കാര്യങ്ങൾ, കൊതുകുതിരികൾ, പ്ലംബിങ്, അങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം ഇവിടെ കിട്ടും. കൊതുകിൻ്റെ സ്പ്രേ, അത്യാവശ്യം സാധനങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫിഷിംഗ് സപ്ലൈസ് ഇല്ലെന്നാണ് പറയുന്നത് കേട്ടോ.
ഇനി നമ്മൾ പോകുന്നത് നമുക്ക് ഹുക്ക് വേണം. ഏതാണ്? ചൂണ്ടയിടാനുള്ള ചെറിയ ഹുക്ക്. അവരുടെ കയ്യിലുണ്ടായിരുന്ന വലിയ ഹുക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ബോട്ടിൽ മീൻ കിട്ടാഞ്ഞതാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇനി ചെറിയ ഹുക്ക് വെച്ച് പരീക്ഷിക്കാനാണ് രതീഷ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മരീന എന്ന് പറയുന്ന, നമ്മൾ അവിടെ നിന്നാണ് കയറി വന്നത് ബോട്ടിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് മരീന എന്ന് പറഞ്ഞ സ്റ്റോർ. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഒരു സാധനമില്ല, എല്ലാം സോൾഡ് ഔട്ടായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നമ്മളെ ജെറ്റ് സ്കീ ചെയ്യാൻ വന്നേക്കാണ്. നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ജെറ്റ് സ്കീ ചെയ്യാൻ വന്നേക്കുവാണ്. ഇങ്ങനെ ഭയങ്കര സാഹസികമായിട്ടൊക്കെയാണ് നമ്മൾ താഴെ ഇറങ്ങിയത്. ഓ, വലിയ തണുപ്പില്ല കേട്ടോ വെള്ളത്തിന്. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസത്തെ ഡിന്നറാണ്. ഡിന്നറിന് വേണ്ടി നമ്മൾ എന്താ പറയുക, നമ്മുടെ ബാർബിക്യൂ, ചാർക്കോൾ ബാർബിക്യൂ കാര്യങ്ങളൊക്കെയാണ്. കുറേ ചാർക്കോൾ കത്തി വരാൻ കുറേ സമയം എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി രാത്രിയായി. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ പനീർ, ഉള്ളിയുണ്ട്, പ്രീതി ഉണ്ടാക്കിയാണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാർബിക്യൂ കഴിഞ്ഞിട്ട് വേണം ഇനി ഇത് ഉണ്ടാക്കാൻ. അപ്പം ഇത് നമ്മൾ ചെയ്ത് വെച്ചേക്കെന്ന് പറഞ്ഞാൽ എന്താ, ചിക്കൻ്റെ ഡ്രസ്സിങ്. അപ്പൊ ഇത്രയാണ് ഗൈസ്. നമ്മുടെ ഇതെല്ലാം എന്താ പറയുന്നത്, ടെൻ്റെല്ലാം ഞങ്ങൾ അഴിച്ച് രാവിലെ എല്ലാം സെറ്റാക്കി. ഇനിയിപ്പം രാവിലെ പോകാനുള്ള പരിപാടികളാണ്. രാവിലെ തൊട്ട് ഗംഭീര പരിപാടിയായിരുന്നു. ഈ ടെൻറ്റ് കെട്ടുന്നതിനേക്കാളും പാടാണ് നമ്മൾ ടെൻറ്റ് അഴിക്കാൻ. അയ്യോ, ഇനി ഇതെല്ലാം കൂടെ കുത്തി നിറച്ച് വണ്ടിക്കകത്ത് കയറണം. ക്യാമ്പിങ്ങിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞ് രതീഷ് വരികയാണ്. അങ്ങനെ ഞങ്ങളിന്ന് എന്താ പറയുക, നല്ല വളരെ അടിപൊളി ഒരു ദിവസമാണിന്ന്. എന്താ കാലാവസ്ഥ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും കുളിയൊക്കെ കഴിഞ്ഞു. രണ്ടാം ദിവസം രാവിലെ. സോ ഞങ്ങൾ നേരെ ഇനിയും വിട്ട് പോകാൻ പോകാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് ഗ്രൗണ്ടിനോട്ട് വിട പറയുകയാണ്. അപ്പോൾ ചെന്ന് കൈയൊക്കെ കാണിച്ചു. ഞങ്ങളങ്ങനെ ക്യാമ്പ് ഗ്രൗണ്ടിനോട് വിട പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ, പുറത്തേക്ക് പോവുകയാണ്. നല്ലൊരു ക്യാമ്പ് ഗ്രൗണ്ടാണ്, വലിയ കുഴപ്പമില്ല. പിന്നെ വാഷ്റൂം ഒരിച്ച് ദൂരെയാണ്, നമ്മൾ പിക്ക് ചെയ്ത സ്ഥലം മോശമായി പോയതാണോ, നല്ല കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ടെന്നീസൊക്കെ കളിക്കാം. ഇന്നലെ ഞങ്ങളിവിടെ ഭയങ്കര ബോളിംഗ് പ്രാക്ടീസൊക്കെ ആയിരുന്നു. ഇവിടെ ആയിരുന്നു ഇന്നലെ നമ്മളുടെ കസർത്തുകൾ നടന്നത്. ചെരുപ്പ്
ചെരുപ്പ് പൊട്ടിയ സ്ഥലം, താഴെ വീണ സ്ഥലം. ആ നേരെ കാണുന്നതാണ് പബ്ലിക് ആക്സസ് ബീച്ച്. വളരെ ചെറിയ റോഡുകളുള്ള ഒരു ഐലൻഡാണ്, വളരെ ചെറിയ റോഡുകളുള്ള ഐലൻഡ്. ഇന്നലെ നമ്മൾ ഐലൻഡിൻ്റെ റോഡുകൾ കാണിക്കാൻ പറഞ്ഞു. ഭയങ്കര കാമാക്കുമായിട്ട് വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് സൈഡിലല്ലേ ഇങ്ങനെ. കാരണം ഇങ്ങനെ പക്ഷേ വീടുകളെല്ലാം ഇങ്ങനെ പൊക്കിയാണ് കിട്ടിയിരിക്കുന്നത്. വെള്ളം വന്നാലും ഇതാവാതിരിക്കാണ്ടാവും. താഴെ ഭയങ്കര ഗ്യാപ്പൊക്കെ ഇട്ടും ആണ് ഇവിടുത്തെ വീടുകളെല്ലാം പണിയേക്കുന്നത്. ഇത് ഈ എന്താണ് ലേക്കിൻ്റെ സൈഡിലുള്ള വീടുകൾ ഉണ്ടാവും, വലിയ വലിയ വീടുകളാണ്. ന്യൂ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു ന്യൂ കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. അടിത്തറ ഭാഗമായിട്ടായിരുന്നു. അല്ല, വെള്ളത്തിനാണ് ഇന്നലെ ഞങ്ങൾ കുളിച്ചപ്പോഴേ വലിയ ഇതില്ലായിരുന്നു, എന്തോ തണുപ്പില്ലായിരുന്നു. ഭയങ്കര ഒരു ചെറിയ വാം വാട്ടറായിരുന്നു. നമ്മൾ സാധാരണ ഭയങ്കര വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. ഇതങ്ങനെയൊന്നുമില്ല. നല്ല അടിപൊളി വഴിയായിട്ട് ഒരു ദിവസം ഫുള്ള് വഴി കിടന്ന് കറങ്ങാൻ വേണ്ടി ബെസ്റ്റ് പ്ലേസാണ്. ചുമ്മാ ഡ്രൈവ് ചെയ്യണം. ഇത് കണ്ടോ, അവിടെ നമ്മളിങ്ങനെ വന്നപ്പം ഈ പീലിയലിൻ്റെ നമ്മുടെ ആ ഫെറിയുടെയൊക്കെ സൈഡിലോട്ട് വരുമ്പോൾ തിരയൊക്കെ ഭയങ്കര ഫോഴ്സ്ഫുള്ളി വരുന്നതാണ്. നല്ല ഗംഭീര തിരയാണ് വരുന്നത്. ഇതിൻ്റെ ഈ പീലിയലിൻ്റെ ഒരു സൈഡ് ഭയങ്കര ശാന്തമാണ്, മറ്റേ സൈഡ് രോഷാകുലമായ കണ്ടോ നല്ല ഗംഭീര തിരയാണ് കാണാമോ. എൻ്റെ പൊന്നോ, നല്ല ഗംഭീര തിരയാണ് കേട്ടോ. അടിപൊളി തിര, സൂപ്പർ തിര, നല്ല വാവ്. ഓണ്ടൊരു ഫെറി പോകുന്നു, അതൊരു ഫെറിയാണ്. പീലിയലിൻ്റെ ഒരു സൈഡ് കണ്ടോ ശാന്തമായിരുന്നു. നമ്മൾ ഇന്നലെ പോയിട്ട് എല്ലാം ശാന്തമായിരുന്നു. ഇന്ന് എനിക്കൊന്ന് കാറ്റൊക്കെ ആയതുകൊണ്ടായിരിക്കും അല്ലേ. ബെല്ല കണ്ടോടി. നമ്മുടെ മേഖല അടിക്കുന്നില്ലല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കാരണം അതിന് മുമ്പ് നമ്മുടെ ഈ ട്രിപ്പിനെ പറ്റി പറയാം. ഇത് സനു ആണ് നമ്മുടെ ഈ എന്താ പറയുന്നത് ഈ ടൂർ മൊത്തം പാക്കേജ് ചെയ്യുന്നത്, ടൂർ പാക്കേജ് ചെയ്യുന്നത്. അപ്പോൾ സനുവിനെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ പീലിയലിനെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ വീഡിയോ കാണിച്ചിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും ഇവരുടെ ഈ ടൂർ പാക്കേജിനകത്തുള്ളതാണ്. അപ്പം ആർക്ക് വേണമെന്നുണ്ടെങ്കിലും വളരെ റേറ്റ് കുറവ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ സനു പറയും. അതിൻ്റെ വളരെ റേറ്റ് കുറവിലൊക്കെ സനു ചെയ്തു തരും. എന്ത് കാര്യം നിങ്ങൾ ഒരിക്കലും നിങ്ങളെന്തോ പറയുന്നത് നിരാശരാവേണ്ടി വരത്തില്ല. അതുപോലെ അടിപൊളിയായിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സനു എങ്ങനെ പരിപാടി? ഓക്കെ, നമ്മളിത് പീലി ഐലൻഡിലാണ് നമ്മുടെ കോട്ടേജ് ഉള്ളത്. അപ്പം നിങ്ങൾ ഫെറിക്ക് വേണം കയറി വരാനായിട്ടുള്ള. അപ്പം ഇതിൻ്റെ അകത്ത് പാക്കേജിൻ്റെ അകത്ത് ഫെറിയുടെ ചാർജസ്, പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കോട്ടേജിൽ അക്കോമഡേഷൻ അല്ലെങ്കിൽ ടെൻറ്റ് ക്യാമ്പിങ്ങിനുള്ള ഫെസിലിറ്റീസ്, പിന്നെ ഫിഷിങ്, ക്യാമ്പിങ്, ക്യാമ്പ് ഫയർ, ബാർബിക്യൂ, പിന്നെ പോണ്ടൂൺ എന്ന് പറഞ്ഞ ബോട്ട്, നമ്മൾ ബോട്ടിൽ പോയില്ല, ബോട്ടിൻ്റെ ജെറ്റ് സ്കി ഉണ്ട്, കയാക്ക് ഉണ്ട്. നമ്മൾ കയാക്കിങ് ചെയ്തില്ല, കാരണം ഞങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല. പിന്നെ പിള്ളേരെല്ലാം ഇതായതുകൊണ്ട് കയാക്കിങ് ഉണ്ട് കേട്ടോ. കയാക്കിങ് നമ്മൾ ചെയ്തില്ല. ഇതെല്ലാം കൂടെ ഉള്ള ഒരു പാക്കേജാണ്. പിന്നെ ഇവിടെ അടുത്ത് വേറെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്. നല്ല അടിപൊളി ബീച്ചുണ്ട്, കാണാൻ വൈനറി ഉണ്ട്, അവിടെ മുന്തിരിത്തോട്ടം, പിന്നെ അവിടെ വൈനൊക്കെ ടേസ്റ്റിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതിനെല്ലാം സമയം ഉണ്ടായിക്കൊണ്ട് നിങ്ങൾ വരണം എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചെയ്താലും തീരാത്തത്ര ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട്. അല്ലെ, അടിച്ചു പൊളിക്കാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ഫെസിലിറ്റേറ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഇൻഫർമേഷന് നമ്മൾ അന്നേരം അറിയിക്കാം, നേരിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ അറിയിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ പറഞ്ഞത്, ഇതാണ് അവരുടെ കോട്ടേജ്. കോട്ടേജിൽ നമ്മൾ പോയില്ല, കോട്ടേജിൽ നമ്മൾ കയറിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നമ്മൾ ടെൻറ്റാണ് എടുത്തത്. പക്ഷേ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ബാക്കിയുള്ള എല്ലാവരും നേരത്തെ കോട്ടേജൊക്കെ ചെയ്തിട്ടുള്ള. അപ്പോൾ ഇത് ടെൻറ്റും അടിപൊളിയായിരുന്നു, വളരെ മഴയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും വളരെ നല്ലതാണ്. സനുവിനെ കോൺടാക്ട് ചെയ്തോളുക, ഒരു മടിയും വിചാരിക്കേണ്ട. ഓക്കെ, പിന്നെ ഇത് മാത്രമല്ല, നമ്മൾ അടുത്ത ടൂർ പാക്കേജ് നിക്കാരാഗ്വ, പിന്നെ ഇന്ത്യയിൽ
സൗണ്ട് കേട്ടത്തില്ല. ഇടുക്കിയിൽ നമ്മൾ ടൂർ പാക്കേജ് വേറെ ചെയ്യുന്നുണ്ട്. ഓ ശരിയാണ്. നിക്കരാഗയിൽ ഇവർ ടൂർ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് ഒക്ടോബർ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇടുക്കിയിൽ അതിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഇതേപോലെ തന്നെ നമുക്ക് റിസോർട്ട് ഉണ്ട് അവിടെ. പിന്നെ ഫിഷ് ചെയ്യാം, പിന്നെ ബാർബിക്യൂ, ക്യാമ്പ് ഫയർ, പിന്നെ ATVs ഉണ്ട് അവിടെ. പിന്നെ പഴങ്ങളുണ്ട്, പഴങ്ങളുടെ തോട്ടമാണ്. ഒരു 10,000-ഓളം പഴങ്ങളുണ്ട്. ഓറഞ്ച്, മുസമ്പി, ആപ്പിള്, അങ്ങനെ പലത് നമ്മൾ വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് 45 ഏക്കറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പം എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ബാക്കി എല്ലാവരും പറയണ്ടല്ലോ, അറിയാമല്ലോ. അപ്പോൾ അത് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക് യു.